ശബരിമല സ്വർണ്ണ കവർച്ചയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അറിയാനാണ് ചോദ്യം ചെയ്യൽ. അതേസമയം അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് MPയുടെ നിലപാട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, നമ്മൾ നേരത്തെ ഈ വിഷയം പറഞ്ഞതാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടാണ് താൻ പോയത്, അല്ലാതെ താനല്ല പോറ്റിക്ക് സോണിയയെ കാണാൻ അവസരമൊരുക്കി കൊടുത്തത്. അവസരം കിട്ടിയ ശേഷം തന്നെ കൂടി വിളിച്ചു പോയി എന്നാണ്. അപ്പോൾ തന്നെ കൂടി വിളിച്ചാൽ പോകാൻ പറ്റുന്നത്ര ബന്ധമാണ് പ്രകാശിന് പോറ്റിയുമായെങ്കിൽ അതിനർത്ഥം അതൊരു വിശാല ബന്ധം എന്നല്ലേ? വിളിച്ചാലുടൻ പോകാൻ പറ്റുന്നത്ര വിധം ആഴത്തിലുള്ള ബന്ധം അതാകില്ലേ SIT പരിശോധിക്കുക? ടൂർ പോകാൻ കൂട്ടുകാർ വിളിക്കുന്നത് പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധമെന്ന് തോന്നുന്നു. കാരണം അത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് കൃഷ്ണരാജിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെയാണ് കാണാൻ പോയത്. അങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് അടൂർ പ്രകാശ് അവിടെ എത്തുന്നതൊട്ടും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. അതിന് പിന്നിൽ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് ആരെ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ഒരു ആർഗ്യുമെന്റിന് വേണ്ടി അംഗീകരിച്ചാലും ശരി, അടൂർ പ്രകാശ് അല്ലെങ്കിൽ ആരാണ് സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമൊരുക്കി നൽകിയതെന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകും, അതിനെപ്പറ്റിയുള്ള പരിശോധനകളും നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ വരാറുള്ള സാധ്യതയും ഈ അടൂർ പ്രകാശിന്റെ മറുപടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശ് തന്നെയാണോ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നൽകിയതെന്ന് പരിശോധിക്കും. അടിസ്ഥാനത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യലുണ്ടാകുക. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരോടും ഈ ചോദ്യങ്ങളൊക്കെ അന്വേഷണ സംഘം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച, കടകംപള്ളിയുമായിട്ടുള്ള ഇടപെടലുകൾ, ഒപ്പം അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധം എന്നിവയെല്ലാം ഗോവർദ്ധനോടും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും അന്വേഷണ സംഘം ചോദിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അവർ നൽകുന്ന മൊഴികളും ഈ ഘട്ടത്തിൽ നിർണായകമാകും. അപ്പോൾ ആ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത. ഒപ്പം മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീളാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. കൃഷ്ണരാജ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തു ബന്ധമാണ്, ആ ബന്ധത്തിൻ്റെ ആഴമെത്ര, അതൊക്കെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹനൻ.